ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന തോട്ടപ്പള്ളി ബീച്ചിൻ്റെ മനോഹാരിതയിലേക്കാണ്. ഇവിടെ ഡ്രോൺ ഷൂട്ട് എടുക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ എനിക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പരുന്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലായിട്ട് ഞാൻ മാക്സിമം ഒന്ന് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഴിമുഖമാണ് കാണുന്നത്. കായലും കടലും കൂടെ ചേരുന്ന കുറച്ച് ഡേഞ്ചറസ് ആയതും എന്നാൽ വളരെ മനോഹരമുള്ളതായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണ്. അതിൻ്റെ അടുത്ത് വരെയൊക്കെ നമുക്ക് പോയി കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്യാം. അതിൻ്റെ അപ്പുറത്തും സഞ്ചാരികൾ വരാറുണ്ട്. കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് അധികം വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. വളരെ മനോഹരമായ കാഴ്ച, കണ്ടാലും മതി വരാത്ത. നിന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലേ, നമുക്കൊരു ബീച്ചിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എത്ര സമയം മേളിലോട്ട് സ്പെൻഡ് ചെയ്യാൻ തോന്നും. തീർച്ചയായും സ്പെൻഡ് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു അറ്റ്മോസ്ഫിയർ, അത് അവിടെ തന്നെ പോയി അത് അനുഭവിക്കുക തന്നെ വേണം. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഈ കരിമണൽ ഖനനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ണെല്ലാം കൂടെ കൂട്ടിയിട്ടതിൻ്റെ മേളിൽ ഒരു കുന്നുപോലുണ്ട്. അതിൻ്റെ മേളിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഞാനത് 2 ടൈമായിട്ടാണ് വന്നത് ഷൂട്ട് ചെയ്ത്. ഫസ്റ്റിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്യാമുമായിട്ട് വന്നു, പിന്നെ എൻ്റെ കസിൻ സൈത്തുമായിട്ട് വന്നു. പിന്നെ ഇവിടെ 2 സുഹൃത്തുക്കളെ കിട്ടി. അബി, ജഗൻ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കളെ ഇവിടെ വെച്ചിട്ടാണ്. അവർ പാർക്ക് ഓവർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ തിര കടിക്കുന്നുണ്ട്. ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ അന്യ തിരയാണ് അവിടെ. ആ ഒരു കൽക്കട്ട കൊണ്ട് കടൽഭിത്തി പോലെ കെട്ടി വെച്ചിരുന്ന ഒരു L ഷേപ്പിൽ ഇത് കെട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. പിന്നെ അതുവഴി അങ്ങോട്ട് കുറച്ച് ദൂരം ഇവിടം വരെ, ഈ ഒരു ഏരിയ വരെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഉണ്ട്. അതിനുശേഷം അങ്ങോട്ട് പിന്നെ പാറകൾ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും
ഇച്ചിരി ഡേഞ്ചറസ് ആണ് അതുവഴി നടന്നു പോകാൻ. ഒന്ന് പാറകൾ വല്ലാതെ കിടക്കുന്ന ഒരു ഇതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ, അകത്തിലൊക്കെ വെള്ളം തിരയൊക്കെ അടിച്ച് കയറിയിട്ടുള്ളതൊക്കെ പായലൊക്കെ പിടിച്ച് നല്ല വഴുക്കലുണ്ട്. അപ്പം അതുവഴി നടന്നു പോകുന്ന കുറച്ച് ദുർഘടമാണ്. പക്ഷെ എന്നാലും ആൾക്കാർ പോകുന്നുണ്ട്. ഞങ്ങളും പോയായിരുന്നു, അതിൻ്റെ ആ സൈഡ് വരെയൊക്കെ ഞങ്ങളും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ചില ദിവസങ്ങളിൽ നല്ല തിരയുള്ള സമയമൊക്കെയാണെന്നല്ല ഒരു രക്ഷയില്ല, കണ്ടമാനം തിരയടിച്ച് കയറുന്നുണ്ട്. എൻ്റെ അവിടുന്ന് 2-3 ചേട്ടന്മാർ അതുവഴി നടന്നു പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഇതിങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ അതുവഴി നടന്നു പോകുന്ന അത്ര സുഖകരമായിട്ടുള്ളൊരു അനുഭവമല്ല. ഇനി അങ്ങോട്ട് ആ കടലിൻ്റെ അങ്ങോട്ട് നീങ്ങിയിട്ട് മഴയാണ്, നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നുമുണ്ട്. ഏകദേശം 5-5:30 ആയിരുന്നു, ആ സമയമൊക്കെ അടുക്കാറാവുന്നു. അതിൻ്റെ ആയിട്ടുള്ള ഭംഗിയാണ്. ഇത് തിരയടിച്ച് കയറുന്നുണ്ടോ? അതിനെ അവരെല്ലാം നനഞ്ഞ് നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അവിടെ നിന്നവരെല്ലാം. അപ്പം അതിശക്തമായിട്ടാണ് തിരയടിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ്. പിന്നെ അത് എൻജോയ് ചെയ്ത് നനയാൻ താല്പര്യമുള്ളവർ കാണുന്നുണ്ടല്ലേ നനയാം. അപ്പം പക്ഷെ അവിടെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സോ കാര്യങ്ങളോ ഓണക്കുള്ളൊക്കെ വാട്ടർ പ്രൂഫ്, വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പുവെള്ളം കയറിയിട്ടുണ്ടെന്നുള്ള ഇലക്ട്രോണിക് ഡിവൈസൊക്കെ ഡാമേജ് ആണ്ട് ചാൻസ് കൂടുതലാണ്. ഇനി പാറക്കെട്ടിൻ്റെ മേളിലൊക്കെ കയറുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, വഴുക്കലുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ അതുവഴി പോകുമ്പോഴത്തേക്കും അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനോ എന്തിനെങ്കിലുമൊക്കെ സെൽഫിക്കോ ഒക്കെ ശ്രമിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വഴുക്കിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടല്ല ഇഞ്ചുറി ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളാകുക. ഇനി ഇത് മീൻപിടുത്തക്കാരുടെ ബോട്ട് കാര്യങ്ങളൊക്കെ പണിയുന്ന സ്ഥലമാണ് ആ ഷെഡ് കാണുന്നത്. എൻ്റെ അവിടെയൊക്കെ ആൾക്കാരുണ്ട്, മത്സ്യബന്ധനത്തിന് പോകുന്നവരും പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ അവരുടെ ബോട്ടുകളൊക്കെ അടുക്കിയിട്ടേക്കുന്നത് കാണാം. പിന്നെ നല്ല രസമാണ് കേട്ടോ. തെണ്ടിപ്പോഴാണ് ആ ചേട്ടന്മാരെ നമ്മൾ മുമ്പ് പറഞ്ഞില്ല, അവിടെ വെച്ച് കണ്ടില്ലേ, തിരയൊക്കെ അടിച്ച് അത് ശരിക്കും നനഞ്ഞ് അവർ 3 പേരും നല്ലപോലെ നനഞ്ഞ്. പക്ഷെ അവർ നല്ലപോലെ അത് ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അവർ വളരെ ഹാപ്പിയാണ്, അടിപൊളിയാന്നാണ് അവർ പറയുന്നത്. ഈ അസ്തമയം നോക്കിക്കൊണ്ടുള്ള ഈ ഒരു ഇരിപ്പ് എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. ഇവിടുന്ന് പോരാൻ പോലും തോന്നത്തില്ല. അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.